നമസ്കാരം, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സംസ്ഥാനത്ത് കാലവർഷം കലിതുള്ളി പെയ്യുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂടിനെ, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടിനെ അത് ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള ആദ്യഘട്ടം ഇനിയുമായിട്ടില്ല. എങ്കിൽ കൂടിയും നിലമ്പൂർ നല്ല ചൂടിൽ തന്നെയാണ്. ഒപ്പം കണ്ടെയ്നറുകൾ കൊല്ലം തീരത്ത് അടിഞ്ഞുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും ഈ മീൻ വാങ്ങുന്നവർക്കും ഒക്കെ അടക്കം നിലനിൽക്കുന്നുണ്ട്. വിശദമായ റിപ്പോർട്ടുകളുമായി ചേരാം. ആദ്യം തൽക്കെട്ടുകൾ. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോഴിക്കോടും വയനാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. നിലമ്പൂരിൽ രാഷ്ട്രീയ ചൂടേറി. പ്രചരണത്തിൽ ഒരു പടി മുന്നിലായി UDF. അൻവർ 9 മണിക്ക് മാധ്യമങ്ങളെ കാണും. അസോസിയേറ്റ് അംഗം എന്ന UDF നിലപാടിന് അൻവർ വഴങ്ങിയേക്കും. മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കാതെ BDJS. UDF പഞ്ചായത്ത് കൺവെൻഷനുകൾക്ക് ഇന്ന് തുടക്കം. കൊല്ലത്ത് തീരത്തടിയുന്ന കണ്ടെയ്നറുകൾ മൂലം ദുരിതത്തിലായി മത്സ്യത്തൊഴിലാളികൾ. കണ്ടെയ്നറും പുറത്തുവരുന്ന വസ്തുക്കളും മത്സ്യബന്ധനത്തിന് തടസ്സമെന്ന പരാതി. കപ്പൽ മുങ്ങിയ സംഭവത്തിൽ തുടർ നടപടികൾ ആലോചിക്കാൻ മെർക്കന്റൈൻ മറൈൻ വിഭാഗത്തിന്റെ യോഗം ഇന്ന്. വിദേശ വിദ്യാർത്ഥി വിസയിൽ കടുത്ത നടപടിയുമായി ട്രംപ് ഭരണകൂടം. വിസ അഭിമുഖങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. നിലവിൽ തീയതി ലഭിച്ചവർക്ക് വിലക്ക് ബാധകമല്ല. എക്സ്ചേഞ്ച് വിസിറ്റ് വിസകൾക്കും വിലക്ക് ബാധകം. വിദ്യാർത്ഥികളുടെ സമൂഹമാധ്യമ ഉപയോഗം കർശനമായി നിരീക്ഷിക്കും. സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ 9ാം പരീക്ഷണവും ലക്ഷ്യം കണ്ടില്ല. ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായില്ല. ബൂസ്റ്റർ ഭാഗം കടലിലേക്ക് ലാൻഡ് ചെയ്യിക്കുന്ന ദൗത്യവും പരാജയം. വിക്ഷേപണം സൗത്ത് ടെക്സസിലെ സ്റ്റാർ ബേസിൽ നിന്ന്. IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് ജയം. ലക്നൗ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചത് 6 വിക്കറ്റിന്. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ അതേസമയം റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയും മഴക്കെടുതിയും തെക്കൻ കേരളത്തിൽ തുടരുകയാണ്. സംസ്ഥാനമൊട്ടാകെ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ലഭിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 ജില്ലകളിൽ മാത്രമാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നിലവിൽ ഇത്തരത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഈ സ്ഥലങ്ങളിൽ 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മഴ മാറി നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. രാത്രിയിലൊക്കെ ശക്തമായിട്ടുള്ള മഴയും കാറ്റും അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ പകൽ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള മഴയൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല. കാലവർഷക്കെടുതിയും ഇവിടെ ഈ തെക്കൻ ജില്ലകളിൽ കുറവാണ്. എങ്കിലും ഈ ശക്തമായിട്ടുള്ള കാറ്റ് തന്നെയാണ് ഈ മഴക്കാലത്ത് വില്ലനാകുന്നത്. ഈ മഴയുള്ള സമയത്ത് ശക്തമായിട്ടുള്ള കാറ്റ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മരങ്ങളുടെ കീഴിൽ ചെന്ന് നിൽക്കാതിരിക്കുക, മരങ്ങളുടെ കീഴിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക. കെട്ടിടങ്ങൾ, തകർന്ന അവസ്ഥയിലുള്ള കെട്ടിടങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള കാറ്റൊക്കെയുള്ള സാഹചര്യങ്ങളിൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദുരന്ത നിവാരണ വകുപ്പും എല്ലാം ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 2025 ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ പ്രവചന പ്രകാരം ശക്തമായിട്ടുള്ള കാലവർഷമാകും ലഭിക്കുക. സാധാരണയിൽ അധികം മഴ ഈ ഒരു സമയത്ത് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 31-ാം തീയതി വരെ ജില്ലയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 30-ാം തീയതി വരെ വിവിധയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന.
ദേവികയാണ് തെക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ സാരംഗ് ചേരുന്നു. മധ്യ കേരളത്തിലെ മഴയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സാരംഗ്, മധ്യ കേരളത്തിൽ എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ്? പ്രത്യേകിച്ച് ഈ ആലപ്പുഴ, കൊച്ചി മേഖലകളിൽ വലിയ രീതിയിലുള്ള കടലാക്രമണമടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏത് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്? വലിയ രീതിയിൽ വീടുകളടക്കം തകർന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിൽ ഇന്ന് മഴ വലിയ രീതിയിൽ ഇല്ല, റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം മഴ ഉണ്ടായിരുന്നു. ഇതിന്റെ അനന്തരഫലമായി പലതരത്തിലുള്ള അപകടങ്ങളും അതുപോലെ തന്നെ രൂക്ഷമായ കടലേറ്റവും ഉണ്ടായിരുന്നു. എന്തിനാലും ഇന്ന് നിലവിൽ കൊച്ചിയിൽ വലിയ ശക്തമായൊരു മഴ ഇല്ല, സമാധാനമായ ഒരു അന്തരീക്ഷമാണ്. എന്തിനായാലും എല്ലാവിധ മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ പാലിച്ചിട്ടുണ്ട്. ഇന്ന് എന്തിനായാലും ജില്ലയിൽ എല്ലാ ജില്ലകളിലും, അതായത് മധ്യ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഏതാണ്ട് അത്യാവശ്യം 25ഓളം വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി, അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ആലപ്പുഴയിലും ഈ പറഞ്ഞതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആലപ്പുഴ ജില്ലയിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ കൃഷി, പ്രധാനമായും മറ്റൊരു സംഭവം, ഇത്തരത്തിൽ ഈ മഴയും കാറ്റും ഒന്നിച്ചു വരുന്നതോടൊപ്പം ഇത്തരത്തിൽ കൃഷി മേഖലയ്ക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. ആലപ്പുഴയിലും അതുപോലെ തന്നെ കൊച്ചിയിലും പല മേഖലകളിലായി കൃഷി ചെയ്യുന്നവരുടെ കൃഷികൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തിനായാലും കടലേറ്റവും ഒരു ഭാഗത്തുകൂടെ ഇത്തരത്തിൽ രൂക്ഷമായി വരുന്ന ഒരു സാഹചര്യമാണ്. മഴ അതിശക്തമാവുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ കടലേറ്റവും പല തീരദേശ മേഖലകളിലായിട്ട് ഇത്തരത്തിൽ കടലേറ്റവും രൂക്ഷമായി വരുന്നുണ്ട്. എന്തിനായാലും എല്ലാവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിച്ചിട്ടുണ്ട്. വേണ്ട നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 25 വീടുകളാണ് ഇത്തരത്തിൽ ഇടുക്കിയിൽ മാത്രം തകർന്നത്. ഈ പ്രധാനമായും കൃഷി മേഖലകളാണ് ഇത്തരത്തിൽ മഴ വരുന്നത് മൂലമുള്ള പ്രതിസന്ധി നേരിടുന്നത്. പ്രധാനമായും വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾക്ക്, സാധാരണക്കാരായ കർഷകരുടെ കൃഷികൾക്ക് നാശം സംഭവിക്കുന്ന ഒരു വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തുതന്നെയാലും ഇന്ന് ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ഇനി അല്പം സമയത്തിനകം തന്നെ എന്തൊക്കെയായിരിക്കും ഉണ്ടാകുക എന്ന് അറിയില്ല. എന്തുതന്നെയായാലും മഴ നിലവിലില്ല അവസ്ഥയാണ് കൊച്ചിയിലുള്ളത്. എന്തിനായാലും വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞതുപോലെ തന്നെ കണ്ണമാലി ഭാഗത്തൊക്കെ വലിയ കടലേറ്റം രൂക്ഷമായിരുന്നു. എന്തിനായാലും ആ കാര്യങ്ങളിലൊക്കെ ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നുണ്ട്. വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സ്വപ്ന, തീർച്ചയായും നേരിയൊരു ആശ്വാസം കൊച്ചിയിലടക്കം ഉണ്ടെന്നത് നല്ല വാർത്ത തന്നെയാണ്. സാരംഗാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി ലക്ഷ്മി. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ, എനിക്ക് തോന്നുന്നു 2 ജില്ലകളിലെ റെഡ് അലേർട്ട് വടക്കൻ കേരളത്തിൽ തന്നെയാണ്. മലയോര മേഖലകളിലടക്കം ഉരുൾപൊട്ടലിനടക്കം വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ജനങ്ങളുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കടക്കം മാറാനായി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങൾ സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ മഴ കനക്കുകയാണ്. ഇതേ തുടർന്ന് കോഴിക്കോടും വയനാടുമാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഉരുൾപൊട്ടലിനെല്ലാം സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങളെല്ലാം ഉള്ളത്. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്, വലിയ രീതിയിലുള്ള ദുരന്തമാണ് കോഴിക്കോട് അതുപോലെ തന്നെ വയനാട് ജില്ലയിലും ഉണ്ടായത്. ഇതേ തുടർന്ന് അതായത് ഈ ഒരു മുന്നറിയിപ്പിനെ തുടർന്ന് തന്നെ പലയിടങ്ങളിലും ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് മാത്രമായി ഇപ്പോൾ 4 ക്യാമ്പുകളിലായി 151 പേരാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ തവണ വിലങ്ങാടടക്കം ഏറ്റവും വലിയ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ്. ഇതേ തുടർന്ന് ഈ മഴ, അതായത് 2-3 ദിവസമായി കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ടാണ്. ഇതേ തുടർന്ന് ആദ്യം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ, കോഴിക്കോടുള്ള താഴ്ന്ന പ്രദേശങ്ങൾ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകളെ അടക്കം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആശ്വാസകരമായ വാർത്ത, കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള കൃഷിനാശമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ വീടുകൾ തകർന്ന സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ വരെയും അത്തരത്തിലൊരു നാശനഷ്ടത്തിൻ്റെ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാട് ഇതുപോലെ തന്നെയാണ്, കൂടുതൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. അതായത് ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടങ്ങളെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. ലക്ഷ്മി, താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം പുതിയ ബസ് സ്റ്റാൻഡിലടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴയ്ക്ക് ശമനമില്ലെങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്?
ഇപ്പോൾ പ്രധാനമായും കോഴിക്കോട് നഗരത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗം, അതുപോലെ തന്നെ മാനാഞ്ചിറ എന്നീ ഭാഗങ്ങളാണ് പ്രധാനമായും വെള്ളക്കെട്ടുകൾ ഉള്ളത്. ഇതേ തുടർന്ന് ഗതാഗത തടസ്സവും നേരിടാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ സമാനമായ മഴയില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കോഴിക്കോടത്ത് കണക്കെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരിയ ശമനമാണ് മഴയ്ക്കുള്ളത്. അതായത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ ചെറിയ രീതിയിലുള്ള മഴയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകൾ പലയിടങ്ങളിലും വെള്ളം ഇറങ്ങിയിട്ടുള്ള സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സമൊന്നും ഇപ്പോൾ നേരിടുന്നില്ല. ലക്ഷ്മിയാണ് വിവരങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ് എങ്കിൽ കൂടിയും ചെറിയ രീതിയിലുള്ള മഴയ്ക്ക് നേരിയ ശമനം മധ്യ കേരളത്തിലും സാരംഗ് അതേ കാര്യം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. കാലവർഷമാണ്, കലിതുള്ളി പെയ്യുകയാണ്. എപ്പോൾ അത് കൂടുമെന്നോ കുറയുമെന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. എല്ലാവരും ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായി ഇരിക്കുക. ഈ കാലവർഷമൊക്കെ ഇങ്ങനെ പോകുന്നുവെങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് കേരള രാഷ്ട്രീയം. നിലമ്പൂരിലെ പ്രചാരണം ഊർജിതമാക്കി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അൻവറിന് വഴങ്ങേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം. ഇന്നിപ്പോൾ 9 മണിക്ക് PV അൻവർ നിലപാട് വ്യക്തമാക്കും, മാധ്യമങ്ങളെ കാണും. ഇടത് സ്ഥാനാർത്ഥി ആര് എന്നതറിയാൻ വെള്ളിയാഴ്ച വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, PV അൻവർ നിലപാട് പറയട്ടെ എന്ന് പറഞ്ഞ് ഈ ബോൾ അൻവറിൻ്റെ കോർട്ടിലേക്ക് VD സതീശൻ കഴിഞ്ഞ ദിവസം തട്ടിയിടുകയുണ്ടായി. അപ്പോൾ ഇനി അൻവറാണ് നിലപാട് പറയേണ്ടത്. അൻവറാണെങ്കിൽ എങ്ങനെയെങ്കിലും ബസ്സിനകത്ത് തന്നെ കയറണമെന്നില്ല, അതിൻ്റെ മുകളിലോ കോണിപ്പടിയിലോ ബാക്കിലോ എവിടെ നിന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ മതിയല്ലോ എന്ന നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞു. അൻവർ അയയുകയാണോ? സ്വപ്ന, തീർച്ചയായും അൻവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇടതുപക്ഷത്തിൽ നിന്ന് പോരുകയും ചെയ്തു, UDFിൽ എത്തുകയും ചെയ്തില്ല. പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ് അൻവറിനുള്ളത്. ഇതിന്റെ ചലനമായി ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിർണായകമായ പല ചർച്ചകളും നടന്നു. PK കുഞ്ഞാലിക്കുട്ടിയുമായും അതുപോലെ തന്നെ അബ്ദുൾ വഹാബുമായും എല്ലാം PV അൻവർ രാത്രി ഏറെ വൈകിയും ചർച്ച നടത്തി. ഇതിലെല്ലാം അൻവർ അയയുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ VD സതീശൻ പറഞ്ഞത് അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നുള്ളതായിരുന്നു. അങ്ങനെ അൻവർ തന്റെ നിലപാട്, താൻ അയയുന്നു എന്നുള്ള നിലപാട്, താൻ പറഞ്ഞതെന്ന് പുറകോട്ട് പോകുന്നു എന്നുള്ള നിലപാട് ഇന്ന് വ്യക്തമാക്കും എന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. 9 മണിക്ക് മാധ്യമങ്ങളെ അൻവർ കാണുന്നുണ്ട്. ഇതിൽ തന്റെ നിലപാട് വ്യക്തമാകും. ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പിറകോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അൻവറിന്റെ മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല. കാരണം അൻവർ അൻവറിന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് പറയുന്നത് പോലെ അൻവറിനെ പിണക്കിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആ ഒരു മുഴുവൻ ധൈര്യം എന്തായാലും കോൺഗ്രസിനും UDFിനും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. CPMലേക്ക് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ പ്രഖ്യാപനം മാത്രമാണല്ലോ ബാക്കി. തീർച്ചയായും CPM സ്ഥാനാർത്ഥികളുടെ അവസാന ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. വെള്ളിയാഴ്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അൻവറിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും CPM ആ നിലപാട് വ്യക്തമാക്കുന്നത്. ഇവരുടെ കയ്യിൽ LDFിന്റെ കയ്യിൽ 3 പേരുകളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് മുൻപ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന പ്രൊഫസർ ജോസ് മാത്യു, അതുപോലെ തന്നെ ഷാരോൺ എന്ന് പറയുന്ന CPMിലെ ജില്ലാ പഞ്ചായത്ത് അംഗം. ഇവരുടെ ലിസ്റ്റാണ് അവസാനമായി CPMിന്റെ കൈവശമുള്ളത്. എന്തായാലും അൻവർ നിലപാട് വ്യക്തമാക്കിയതിനു ശേഷം ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കും. വെള്ളിയാഴ്ച തീരുമാനം പ്രഖ്യാപിക്കും. എന്താണ് BDJSന്റെ ഒരു നിലപാട്? BDJS സ്ഥാനാർത്ഥി നിർത്തുമോ? BDJ സ്ഥാനാർത്ഥി നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് BJP നേതൃത്വത്തോട് പറഞ്ഞത് എന്നാണ് നമുക്കിപ്പോൾ അവസാനം അറിയുന്നത്. അതേസമയം അതിനുള്ള സാധ്യതകളെല്ലാം BJP നേതൃത്വം ആരായുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് അസംതൃപ്തരായ ആരെങ്കിലും ഇറക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയും BJP നടത്തുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് BJP കടന്നിട്ടത് കഴിഞ്ഞ ദിവസം MT രമേശ് ചില കോൺഗ്രസ് നേതാക്കളുമായി, അസംതൃപ്തരായ ചില കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതായി സൂചനയുണ്ട്. എന്തായാലും ഇന്നോടുകൂടി ഇക്കാര്യത്തിലും ഒരു വ്യക്തത വരും. സ്വപ്ന, തീർച്ചയായും നിലമ്പൂരിലൊരു ദ്വന്ദ്വയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങൾ, 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് കാണാം. എന്തായാലും വളരെ ശക്തമായ പ്രചരണം, ആദ്യ 24 മണിക്കൂറിന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച UDF ഒരുപടി മുന്നിൽ പ്രചരണത്തിൽ ആയിക്കഴിഞ്ഞു. എന്തായാലും തൊട്ടു പിന്നാലെ ആരാണ്, എന്താണ് അൻവറിൻ്റെ നിലപാട് എന്നതനുസരിച്ച്
സ്ഥാനാർത്ഥിയുടെ പേര് വെളിപ്പെടുത്താൻ ഇടത് പക്ഷം തയ്യാറെടുക്കുകയാണ്. ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ്, നമുക്ക് കാത്തിരിക്കാം. മറ്റു വാർത്തകളിലേക്കാണ്. കാസർഗോഡ് പടന്ന ഇടച്ചാക്കൈ തീരദേശ റോഡിൽ ബസ് ഉൾപ്പെടെ കടന്നു പോകുന്നത് അടിഭാഗം തകർന്ന കലുങ്കിലൂടെ. അപകടാവസ്ഥയിലായ കലുങ്ക് 2 വർഷം മുൻപ് പൊതുമരാമത്ത് വിഭാഗം പരിശോധിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. മനക്കാർ തോടിന് കുറുകെയുള്ള കലുങ്കിന്റെ അടിവശം തകർന്ന് കമ്പികൾ പുറത്തു തള്ളി നിൽക്കുകയാണ്. 35 വർഷം മുൻപ് നിർമ്മിച്ച കലുങ്ക് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പടന്ന എടച്ചാക്കൈ തീരദേശ റോഡിൽ മനക്കാർ തോടിന് കുറുകെയുള്ള കലുങ്കിന്റെ അപകടാവസ്ഥ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാലപ്പഴക്കത്താൽ സ്ലാബ് തകർന്ന് സിമന്റ് പാളികൾ തോട്ടിലേക്ക് വീഴുന്നതും തുരുമ്പിച്ച കമ്പികൾ പുറന്തള്ളി നിൽക്കുന്നതും നാട്ടുകാർ കാണാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. കലുങ്കിന്റെ തകർച്ച ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധനകൾ നടത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഓൾറെഡി 35-40 വർഷത്തിന്റെ മേലെ പഴക്കമുണ്ട്. പക്ഷെ കമ്പിയും സ്ലാബൊക്കെ തകർന്ന് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഈ പാലം നിലനിൽക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങളും 20-25 ബസ് സർവീസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മെയിൻ റോഡിലാണ് ഈ കലുങ്ക് നിൽക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പഞ്ചായത്തും നാട്ടുകാർക്ക് കൂടി ക്ലീനിങ് പദ്ധതിയിൽ നിരീക്ഷിച്ച സമയത്താണ് ഇതിന്റെ അടിപരിശ്രമം ഇത്രയും അപകടകരമായ അവസ്ഥയിലാണ് കാണുന്നത്. വേണ്ട കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണ്ടപ്പെട്ട ഉത്തരവാദികൾ സർക്കാർ അടക്കം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മഴ കനത്ത് വെള്ളം ശക്തമായി ഒഴുകാൻ തുടങ്ങിയാൽ മനക്കാർ തോടിന് കുറുകെയുള്ള കലുങ്കിന്റെ തകർച്ച വൻ അപകടത്തിന് വഴിവെക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. 20ഓളം ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. തൃക്കരിപ്പൂർ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. തീരത്തടിയുന്ന കണ്ടെയ്നറുകൾ മൂലം വലിയ ദുരിതത്തിലായിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. പ്രത്യേകിച്ച് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ. കണ്ടെയ്നറും ഇതിൽ നിന്നും പുറത്തുവരുന്ന വസ്തുക്കളുമാണ് മത്സ്യബന്ധനത്തിന് തടസ്സവും ഒപ്പം വലിയ രീതിയിലുള്ള ആശങ്കയും സൃഷ്ടിക്കുന്നത്. കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതു മുതൽ കൊല്ലം തീരത്ത് മത്സ്യബന്ധനത്തിന് നിയന്ത്രണമുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ ഇടിച്ച് ചെറുവള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കേടുപാടുകൾ സംഭവിക്കും എന്ന സാധ്യത കണക്കിലെടുത്തായിരുന്നു ഇത്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായത് മറ്റൊന്നായിരുന്നു. കടലിൽ പോയവർ വല വീശിയപ്പോൾ കിട്ടിയത് നല്ല ഒന്നാന്തരം തടികൾ. തകർന്ന കണ്ടെയ്നറിൽ നിന്നാണ് തടികൾ കടലിൽ ഒഴുകി നടന്നത്. കരയിൽ ചാകരക്കോള് കാത്തുനിന്നവരുടെ മുന്നിലേക്ക് തടികൾ ചുമന്ന് മത്സ്യത്തൊഴിലാളികൾ തിരികെ എത്തി. വലയിൽ കുടുങ്ങിയ തടികൾ മൂലം മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. തടികൾ ഇടിച്ചതുമൂലം ചില ബോട്ടുകൾക്കും ബോട്ടുകളുടെ യന്ത്രഭാഗങ്ങൾക്കും കേടുപാടുകളുണ്ടായി. അതുകൊണ്ടും തീർന്നില്ല. കരയിലെത്തിയപ്പോൾ പോലീസിന്റെ വക ശകാരവും ഭീഷണിയും വേറെ. കസ്റ്റംസിന്റെ നിയന്ത്രണത്തിലുള്ള വസ്തുക്കൾ എന്തിനെടുത്തു എന്ന ചോദ്യത്തിനു മുന്നിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉത്തരം മുട്ടി. കണ്ടെയ്നറിൽ നിന്നും കടലിൽ ഒഴുകി നടക്കുന്ന വസ്തുക്കൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയാണ്. ഇവ എത്രയും പെട്ടെന്ന് കടലിൽ നിന്നും നീക്കം ചെയ്യണമെന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. SpaceX സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ 9ാം പരീക്ഷണ വിക്ഷേപണവും ലക്ഷ്യം കണ്ടില്ല. മുൻ ദൗത്യങ്ങളെക്കാൾ കൂടുതൽ ദൂരം പിന്നിട്ടുവെങ്കിലും പൂർണ്ണ വിജയം കൈവരിച്ചില്ല. 1ാം ഘട്ട റോക്കറ്റ് സ്റ്റാർഷിപ്പ് പേടകത്തിൽ വേർപെട്ട് മടക്കയാത്ര നടത്തിയെന്നാൽ നിയന്ത്രിതമായി കടലിൽ ഇറക്കുന്നത് വിജയിച്ചില്ല. സ്റ്റാർഷിപ്പ് പേടകം ഭ്രമണപഥത്തിലെത്തിയെങ്കിലും പേലോഡ് വാതിൽ തുറക്കാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ സാങ്കേതിക തടസ്സം കാരണം ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുമായില്ല. ബൂസ്റ്റർ ഭാഗം കടലിലേക്ക് ലാൻഡ് ചെയ്തില്ല. സൗത്ത് ടെക്സസിലുള്ള ബൊക്ക ചിക്കയിലെ സ്റ്റാർബേസിൽ നിന്നാണ് മെഗാ റോക്കറ്റ് വിക്ഷേപിച്ചത്. അതേസമയം ഇതൊരു തിരിച്ചടിയല്ലെന്നാണ് SpaceX പ്രതികരിച്ചത്. റോക്കറ്റ് അല്പസമയത്തിനുള്ളിൽ കടലിൽ പതിച്ചേക്കും. എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കൊച്ചി കടവന്ത്ര SS വില്ലയിലെ മുഹമ്മദ് ഷിഫാൻ എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇന്നലെ മുതൽ കാണാതായത്. പരീക്ഷയ്ക്കായി ഇടപ്പള്ളി അലമീൻ സ്കൂളിൽ എത്തി മടങ്ങിയ വിദ്യാർത്ഥി തിരികെ വീട്ടിൽ
എത്താതായതോടെ രക്ഷിതാക്കൾ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ബന്ധുവീടുകളിൽ പോയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലായിരുന്നു ആദ്യം രക്ഷിതാക്കൾ. എന്നാൽ അടുത്ത ബന്ധുക്കളുടെ വീട്ടിലെത്തില്ല എന്ന് സ്ഥിരീകരിച്ചതോടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. എളമക്കര പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇടപ്പള്ളി പരിസരത്ത് നിന്നും ലഭിച്ച 2 CCTV ദൃശ്യങ്ങളിൽ വിദ്യാർത്ഥിയുടെ സാന്നിധ്യമുണ്ട്. ഇതുൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഒറ്റപ്പാലം അമൃത വിദ്യാലയത്തിന് CBSE +2 10ാം ക്ലാസ് പരീക്ഷകളിൽ ഇത്തവണയും വിജയത്തിന്റെ പൊൻതിളക്കം. 500-ൽ 497 മാർക്കും കരസ്ഥമാക്കിയ അമൃത എന്ന വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ സ്കൂളിന്റെ താരം. 20 വർഷമായി നേടിവരുന്ന 100 മേനി വിജയമെന്ന പദവി ഈ വർഷവും വിദ്യാലയത്തിന് സ്വന്തമാണ്. ദേശീയ തലത്തിൽ മിന്നുന്ന വിജയം കൈവരിച്ച അമൃത വിദ്യാലയങ്ങൾ അഭിമാനമാകുമ്പോൾ ഒറ്റപ്പാലം അമൃത വിദ്യാലയത്തിനും അതിൽ നല്ലൊരു സ്ഥാനം കൈവരിക്കാൻ കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറെ അഭിമാനകരമാണ്. CBSE +2 കൊമേഴ്സ് വിഭാഗത്തിൽ 500-ൽ 497 മാർക്കും കരസ്ഥമാക്കിയ മിടുക്കിയാണ് കെ അമൃത. ഞാൻ ഈ സ്കൂളിൽ LKG മുതൽ പഠിക്കുകയാണ്. ഇവിടുത്തെ ഈ സ്കൂളിൻ്റെ ഉന്നത വിജയത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും അഭിമാനമുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ മാം, വൈസ് പ്രിൻസിപ്പൽ മാം, അതുപോലെ പാരൻസ് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അമ്മയുടെ ബ്ലെസ്സിങ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞങ്ങൾക്ക് ഈ ഉന്നത വിജയം നേടാൻ കഴിഞ്ഞത്. കൊമേഴ്സ് വിഭാഗത്തിലെ ആദിത്യ VR അക്കൗണ്ടൻസിയിൽ 100-ൽ 100 മാർക്കോടുകൂടി 96% മാർക്കും കരസ്ഥമാക്കി. സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, അവരുടെ എഫേർട്സ്, ഞങ്ങളുടെ ഹാർഡ് വർക്ക്, പിന്നെ അമ്മയുടെ ബ്ലെസ്സിങ്സ്, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് തന്നെയാണ്. മകളുടെ തിളക്കമാർന്ന വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് ആദിത്യയുടെ മാതാവ് പറഞ്ഞു. അവളുടെ ഹാർഡ് വർക്ക്, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, മാനേജ്മെൻറ്റ് സപ്പോർട്ട് എല്ലാം വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും CBSE 10 +2 ക്ലാസുകളിൽ 100% വിജയം കൈവരിക്കാൻ സാധിച്ചുവെന്ന് ഒറ്റപ്പാലം അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി ശ്രീപ്രദാമൃത ചൈതന്യ പറഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും CBSE 10, 12 ക്ലാസ്സുകളിൽ ബോർഡ് എക്സാമിൽ 100% വിജയം നേടാൻ സാധിച്ചു. എന്നാൽ ഇത്തവണ 12ാം ക്ലാസ് പരീക്ഷയിൽ കോമേഴ്സ് സ്ട്രീമിൽ അമൃത എന്ന വിദ്യാർത്ഥിക്ക് 500-ൽ 497 മാർക്ക് വാങ്ങാൻ സാധിച്ചു. അതായത് 99.7% മാർക്കാണ് അമൃത കരസ്ഥമാക്കിയത്. കൂടാതെ 3 സബ്ജക്റ്റിൽ 100-ൽ 100 മാർക്കും അമൃതയ്ക്ക് സ്വായത്തമാക്കി. മാനേജ്മെൻറ്റിലെ അക്കാഡമിക് യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയത് അനുസരിച്ച് അധ്യാപകർ വേണ്ട വിധത്തിൽ കൃത്യസമയത്ത് തന്നെ വേണ്ട രീതിയിലുള്ള പ്രത്യേക പരിശീലന രീതി കുട്ടികൾക്ക് നൽകി വന്നിരുന്നു. കൂടാതെ അമൃതയുടെ പ്രയത്നം, അധ്യാപകരുടെ കഠിനാധ്വാനം, രക്ഷകർത്താക്കളുടെ പൂർണ്ണമായ പിന്തുണയും എല്ലാത്തിലും ഉപരി നമ്മുടെ അമ്മയുടെ അനുഗ്രഹവും ആണ് ഈ പൂർണ്ണ വിജയത്തിന് മാറ്റുകൂട്ടിയത്. ജഗദ്ഗുരു അമ്മയുടെ അനുഗ്രഹമാണ് കുട്ടികളുടെ ഈ ഉന്നത വിജയത്തിന് കാരണമായത്. ഒപ്പം അധ്യാപകരുടെ സമർപ്പണവും രക്ഷിതാക്കളുടെ പൂർണ്ണമായ പിന്തുണയും കുട്ടികൾക്കുണ്ടായിരുന്നു. CBSE 12ാം ക്ലാസ് സയൻസ് വിഭാഗത്തിൽ 93.4% മാർക്ക് നേടി KB അനീനയും 1ാം സ്ഥാനത്തെത്തി. CBSE 10ാം ക്ലാസ്സിൽ 96% മാർക്ക് നേടി ശ്രീഹരി ബാലത്തിൽ 1ാം സ്ഥാനമെത്തി. 10ാം ക്ലാസ്സിൽ 51.3% ഡിസ്റ്റിങ്ഷനും 94.8% ഫസ്റ്റ് ക്ലാസും കുട്ടികൾ നേടി. അമൃത ന്യൂസ്, പാലക്കാട്. വിപണി വിലയിരുത്തലിലേക്കാണ്. ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ K. ദിലീപ് ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങൾ? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ ഈ രീതിയിലുള്ള ഏറ്റക്കുറച്ചുകൾ പതിവാണ്. ഇന്നലെ തന്നെ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കയറ്റിറക്കങ്ങളും വിപണിയിൽ കാണുകയും ചെയ്തു. വ്യാപാരം നഷ്ടത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ അനുകൂലമായി തന്നെ വിപണിയിൽ ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തുടർച്ചയായി ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിലേറ്റ നിക്ഷേപത്തിൽ തന്നെയാണ്. എന്നാൽ ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ലാഭമെടുക്കലാണ് ഇപ്പോഴത്തെ വിപണിയിലെ ഈ ഒരു വിൽപ്പനയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. 25,000 എന്ന നിലവാരത്തിൽ താഴേക്കാണ്
ഒക്കെയാണ് മുൻനിര സൂചികയായി നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ നിക്ഷേപ താൽപര്യം കാണിക്കുന്നുമുണ്ട്. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ വിപണിയിൽ മുന്നേറ്റം തുടരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ആഗോള വിപണിയിലെ നീക്കങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും തന്നെയായിരിക്കും വിപണിയുടെ മുന്നോട്ട് നീക്കുന്നത് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിലുണ്ടായിട്ട് ഒരു നിക്ഷേപ താൽപര്യത്തിൽ പൂർണ്ണമായും പങ്കുകൊള്ളാത്ത IT മേഖലയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയാണ്. തീർച്ചയായും അത് വിപണിയെ അടുത്ത നിലവാരത്തേക്ക് എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും. വളരെ നന്ദി ശ്രീ ദിലീപ്. സമയപരിമിതി കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ലോകപ്രശസ്ത സ്മാർട്ട് ഫോൺ ബ്രാൻഡായ റിയൽമിയുടെ ഏറ്റവും പുതിയ സീരീസുകളായ G7, GT7T എന്നിവയുടെ ഇന്ത്യയിലെ ആദ്യ ലോഞ്ചിങ് മൈജി ചെയർമാൻ AK ഷാജി നിർവഹിച്ചു. ലോക വിപണിയിൽ പാരീസിൽ ഫോൺ ലോഞ്ച് ചെയ്ത അതേ സമയത്ത് തന്നെയാണ് AK ഷാജി കോഴിക്കോടും ലോഞ്ചിങ് നിർവഹിച്ചത്. മൈജി 20 വർഷം തികയുന്ന വേളയിൽ 10 ലക്ഷം ഉപഭോക്താക്കളും 4000 കോടി വിറ്റുവരവുമായി മുന്നേറുകയാണെന്ന് AK ഷാജി പറഞ്ഞു. ലോകത്തിലാദ്യമായി ഐസ് സെൻസ് ഗ്രാഫീൻ ഡിസൈനിൽ പുറത്തിറങ്ങുന്നു എന്നതാണ് GT7, GT7T എന്നീ ഫോണുകളുടെ പ്രത്യേകത. ഈ സവിശേഷതയിലൂടെ ഫോണുകൾ ചൂടാകുന്നത് 6 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും. ഗെയിമിംഗ് ഫോക്കസ് ചെയ്തുള്ള നിരവധി ഫീച്ചറുകൾ GT7, GT7T ഫോണുകളിലുണ്ട്. മങ്ങിയ ചിത്രങ്ങൾ ക്ലിയറാക്കുന്ന AI മോഷൻ ഡിബ്ലർ, 120 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, 7000 mAh ബാറ്ററി, 1 TB വരെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്നിവയും ഫോണുകളുടെ പ്രത്യേകതയാണ്. ലോകവിപണിയിൽ പാരീസിൽ ഫോൺ ലോഞ്ച് ചെയ്ത അതേ സമയത്ത് തന്നെയാണ് മൈജി ചെയർമാൻ AK ഷാജി കോഴിക്കോടും ലോഞ്ചിംഗ് നിർവഹിച്ചത്. റിയൽമി സെയിൽസ് സ്റ്റേറ്റ് ഹെഡ് ഷാജി ജോൺ ചടങ്ങിൽ പങ്കെടുത്തു. മൈജി 20 വർഷം തികയുന്ന വേളയിൽ 10 ലക്ഷം ഉപഭോക്താക്കളും 4000 കോടി വിറ്റുവരവുമായി മുന്നേറുകയാണെന്ന് മൈജി ചെയർമാൻ AK ഷാജി പറഞ്ഞു. ഏകദേശം 4000 കോടി വിറ്റുവരവുള്ളൊരു കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വലിയ ഒരു സപ്പോർട്ടാണ് എനിക്ക് മീഡിയ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. എല്ലാ ബ്രാൻഡുകളുടെയും മേജറായിട്ടുള്ള എല്ലാ ബ്രാൻഡുകളുടെയും അവാർഡുകൾ കഴിഞ്ഞ വർഷം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും വലിയ അഭിമാനമാണ്. അതിൻ്റെ പിന്നിലൊക്കെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയാണ്. ചെറിയൊരു കാലയളവല്ല, 2006 തുടങ്ങി 2025 നിൽക്കുന്നത് 20ാം വർഷം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 1 മില്യൺ കസ്റ്റമറായി എന്നുള്ള വലിയൊരു ഹാപ്പിനെസ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ റിയൽമി ഫോണുകളുടെ വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത് മൈജിയാണ്. പുതിയ സീരീസുകളെ അടുത്തറിയാനായി ഫോണുകളുടെ ഡെമോ മൈജി ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ ലോകോത്തര സ്മാർട്ട് ഫോണുകളും ഏറ്റവും കുറഞ്ഞ വിലയിലും EMI കൂടിയും മൈജിയിൽ ലഭ്യമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. 12 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള വിഷു ബമ്പർ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം വികാസ് ഭവനിൽ നറുക്കെടുപ്പ് നടക്കും. 2ാം സമ്മാനമായി 6 സീരീസുകളിലും ഓരോ കോടി രൂപ വീതം ഭാഗ്യശാലികൾക്ക് ലഭിക്കുമെന്നത് വിഷു ബമ്പറിന്റെ പ്രത്യേകതയാണ്. 10 ലക്ഷം മുതൽ 300 രൂപ വരെയാണ് മറ്റ് സമ്മാനങ്ങൾ. ആകെ 4,08,264 സമ്മാനങ്ങളാണ് ഭാഗ്യാന്വേഷികളെ കാത്തിരിക്കുന്നത്. അവസാന മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ലക്നൌവിനെതിരെ 6 വിക്കറ്റ് വിജയം നേടിയ RCB ഒന്നാം ക്വാളിഫയറിന് യോഗ്യത ഉറപ്പാക്കി. സീസണിലെ 9ാം വിജയത്തോടെ 19 പോയിന്റുമായി ബംഗളൂരു 2ാം സ്ഥാനത്താണ്. മെയ് 29 നടക്കുന്ന ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സാണ് RCBയുടെ എതിരാളി. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ഉയർത്തിയ 228 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് 18.4 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ RCB എത്തി. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.